ഹലോ, മാർച്ച് 4 കഴിഞ്ഞിട്ടുള്ള എൻഗേജ്മെൻറ്റിന് എനിക്ക് എൻ്റെ ചെക്കൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് തന്നിട്ടുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളെ വളയിടിക്കൽ ചടങ്ങായിരുന്നു. അപ്പോൾ ഒരു വള ആണ് അതിലേറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്. പിന്നെ എനിക്കൊരു ഫോൺ മേടിച്ച് തന്നു. അത് iPhone 17 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. iPhone 17-ൻ്റെ അത് വേറെ ഒന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ആ ഡ്രസ്സ് അങ്ങ് ചേഞ്ച് ചെയ്ത് പിന്നെ ഒരുപാട് മക്കൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. എന്താണ് ഈ ബോക്സിനകത്ത് iPhone 17 കാണുന്ന ഒരു വെപ്രാളത്തിൽ കുറേ മക്കൾ ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന് നമ്മളെല്ലാവരും കൂടെ അതേ ഒരു മേക്കപ്പ് ഒന്നും മാറാതെ അവർ പോയ ഉടനെ തന്നെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് ആ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. iPhone 17 ഓർഡർ ആയത്. ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഫാൻസി ഐറ്റംസ് ആണ്. ഫാൻസി ഐറ്റംസിൽ തന്നെയാണ് അതിന് സാരി തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാരീനോട് ഒന്നാമതേ എനിക്ക് സാരി ഭയങ്കര ക്രേസാണ്. സാരി എന്ന് പറയുന്നത് അതൊരു ഗോൾഡൻ കളറിൽ ടിഷ്യൂ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ടൈപ്പ് പക്ഷേ ടിഷ്യൂ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് സാരിയാണ്. ഗോൾഡൻ കളറിൽ വരുന്നതാണ്. അതിൻ്റെ എഡ്ജിൽ നല്ല വലുതായിട്ടുള്ള കസവുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഡാർക്ക് വയലറ്റ് ബോർഡർ ആയിരുന്നു വരുന്നത്. ത്രൂ ഔട്ട് സെയിം വർക്ക് തന്നെയാണ്, സെയിം പാറ്റേണിലുള്ള സാരിയാണ്. ബ്ലൗസ് പീസിൽ മാത്രം ഡിസൈനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി ത്രൂ ഔട്ട് സാരിയുടെ ബോഡി മൊത്തത്തിലെ സെയിം പാറ്റേണിൽ വരുന്ന സെയിം കളർ നല്ല എലഗൻ്റ് ആയിട്ടുള്ള സാരി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ലാസ്റ്റ് വരുന്ന ബ്ലൗസ് പീസിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ് ഇൻ ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ. ഭയങ്കര ഭംഗിയുള്ള സാരിയാണ്. ഞാനത് എനിക്ക് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ള ഓൾറെഡി മീൻസ് സാരി കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ഫസ്റ്റ് മാച്ചിങ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ബ്രദറായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് ഭംഗിയുണ്ടോ. മീൻസ് കാണുമ്പോഴേ അതെല്ലാവർക്കും ഒരു സെറ്റ് ആവുന്ന അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും അല്ലെങ്കിൽ എല്ലാ സ്കിൻ കളറിനൊക്കെ മാച്ച് ആവുന്നൊരു ടൈപ്പ് സാരിയാണ് ആ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചെരുപ്പാണ്. ചപ്പൽസ്. ഇത് ഞാൻ പോയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ചെരുപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. അതായത് ഞങ്ങൾ വാങ്ങിച്ച കടയിൽ ഒരുപാട് കാലിക്കറ്റിൽ നിന്നായിരുന്നു. ഒരുപാട് ചെരുപ്പുകളുടെ ഇടയിൽ നിന്നാണിത് ഈ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫാൻസി ഐറ്റംസിൽ ഒരുപാട് ചെരുപ്പുണ്ട്. അതിനകത്തുനിന്ന് എനിക്ക് മാച്ചായിട്ട് എനിക്ക് അല്ലെങ്കിൽ ഇല്ലാത്തൊരു ടൈപ്പ് ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ഉള്ളത് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മാലയും കമ്മലും സെറ്റ് 2 ഉണ്ടായിരുന്നു മാലകൾ. അതിനകത്ത് രണ്ട് ടൈപ്പിൽ വരുന്ന മാലകളാണ്. ആദ്യത്തെ മാല എന്ന് പറയുന്നത് അതായത് ഒരു മാല ഇട്ടാൽ തന്നെയും രണ്ട് മാല ഇട്ട ഒരു എഫക്റ്റ് തരുന്നൊരു മാലയാണ് ആ ഒരു മാല. നല്ല ഭംഗിയുള്ള നല്ല ഒരു ഗ്ലേസിങ് നല്ല ഷോ ഉള്ള നമുക്ക് സാരീൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഇനിയിപ്പോൾ വെഡ്ഡിങ് ഫങ്ഷൻ ആണെങ്കിൽ പോലും ഒരു മാലയിൽ നമുക്ക് 2 മാലയുടെ ലുക്ക് തരുന്ന ഒരു മാലയാണ് ആ ഒരു മാല എന്ന് പറയുന്നത്. മാച്ചാണ്, എല്ലാവർക്കും മാച്ചാവുന്ന ടൈപ്പ് ഒരു മാല. ഭംഗിയുള്ള മാലയാണ്. അപ്പോൾ ഞാനത് വെയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഗ്ലോ തരുന്ന പോലെ ഫേസിന് ഒരു ഗ്ലോ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുൾ ഫ്ലോറൽ ഡിസൈൻ പോലെ 2 ടൈപ്പ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ആണ് അതിൻ്റെ ഡിസൈനിങ് വരുന്നത്. സ്റ്റോൺസ് ആണ് ഫുള്ള്. പിന്നെ അതിൻ്റെ കമ്മലും ഒരു സ്റ്റഡ് ടൈപ്പ് അല്ല, കുറച്ച് വലിയൊരു കമ്മലും മാലയും അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ട് സെറ്റ് മാല ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് മാലയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടൈപ്പ് മാലയാണ്. നമ്മുടെ ഏത് മാലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാ മാലയാണ് രണ്ടാമത്തെ ടൈപ്പ് മാല. അതിന് കമ്മലുണ്ട്, ഭംഗിയുള്ള കമ്മൽ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ 2 റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പാലക്കാ മാല ഭംഗിയുള്ള പച്ചക്കല്ല് വരുന്ന മാലയാണ്. ലാസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ലോക്കറ്റിൻ്റെ അവിടെ മുത്തുകൾ തൂങ്ങിക്കിടക്കുന്ന ടൈപ്പ് മാല പാലക്കാ മാല. പിന്നെ എല്ലാവർക്കും ഇത് ഈവൻ സാരീസിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത്. ബാക്കി ഏതൊരു ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്ക് തരുന്ന മാലയാണ്. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ മാലകളൊന്നും വേറെ ചെയ്യാറില്ല. നമുക്ക് അതിന് ആവശ്യം വരാറില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പം വളരെ റെയറായിട്ട് അത്രയും ക്ലോസ് റിലേറ്റീവിൻ്റെ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെയർ ചെയ്യാറുള്ളൂ. ഇതിൻ്റെ കമ്മലും സെയിം ഡിസൈനിൽ വരുന്നൊരു കമ്മൽ, മാച്ചിങ് കമ്മൽ മാല, ഭയങ്കര ഭംഗിയുള്ള മാല എനിക്കിഷ്ടപ്പെട്ടു. ഈ 2 മാലയും 2 കമ്മലും ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ ഒരു റിങ്
അത്രയാണ് ആ ഒരു ഫാൻസി സെറ്റിനകത്ത് മാലയുടെ സെഷനിൽ വരുമ്പം എനിക്ക് കൊണ്ടു തന്നിട്ടുള്ളത്. ഇനി മാല അഴിച്ചതിന് ശേഷം നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ആദ്യം ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് എടുത്ത പോലെ വെക്കാൻ, സാരിയൊന്നും മടക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷെ മാലയൊക്കെ നമ്മൾ അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് സ്പ്രേ ആണ്. സ്പ്രേ നല്ലൊരു പെർഫ്യൂം ആണ്, നല്ല സ്മെല്ലുള്ള പെർഫ്യൂമാണ്. അപ്പോൾ എനിക്ക് അത് നോക്കിയപ്പം എനിക്കങ്ങനെ പെർഫ്യൂംസിൻ്റെ വലിയ ബ്രാൻഡൊന്നും നന്നായിട്ട് അറിയില്ല. ഞാൻ എല്ലാ പെർഫ്യൂംസും അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെട്ടാൽ യൂസ് ചെയ്യാം എന്നുള്ളൊരിതാണ്. എനിക്ക് പെർഫ്യൂംസിൻ്റെ അധികം ബ്രാൻഡുകളൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ ഞാൻ മണത്ത് നോക്കിയപ്പോൾ നല്ല സ്മെല്ലാണ്. പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തു കയ്യിൽ. നല്ലൊരു അരോമയാണ് അതിൻ്റെത്. അടുത്തത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. മാസിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈവൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ലിപ്സ്റ്റിക്ക് ഞാൻ അത്രയും അങ്ങനത്തെ ഒരു ഒക്കേഷനിലൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. യൂഷ്വൽ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ടല്ലോ ലിപ്സ്റ്റിക്കിന്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഏതാണെന്ന് ഞാനത് കയ്യിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഷെയ്ഡ് ഏതാണെന്നുള്ളത് നമുക്ക് ബോറിങ് അല്ലാത്ത ടൈപ്പ് ഷെയ്ഡാണോ എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ നോക്കുന്നുണ്ട്. നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ്. അതായത് എല്ലാവർക്കും മാച്ച് ആവുന്ന ടൈപ്പിലുള്ള ഒരു നല്ല കളറാണ്. നല്ല ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ആ ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ലിപ്സ്റ്റിക്ക് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനും സ്ട്രോബ് ക്രീമും ആണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നെക്സ്റ്റ് ഇവോൻ്റെ ഐലൈനറാണ്. അപ്പോൾ ഒരുവിധം ഫാൻസി ഐറ്റംസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. മേക്കപ്പ് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് എന്താന്ന് എനിക്ക് പോലും ആദ്യം മനസ്സിലായിട്ടുണ്ടായില്ല. ഞാനത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കിയാണ് അവസാനം അതൊരു മസ്കാരയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നോക്കുകയാണ് ഇത് എന്താണ് സംഭവം. മീൻസ് നമുക്ക് എല്ലാം ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഇതെന്താണ് സംഭവം എന്ന് എനിക്കും ആദ്യം തന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പം ഞാനത് നോക്കി അവസാനം മസ്കാരയെന്ന് നോക്കിയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി സ്മെല്ല് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് മസ്കാരയുടെ മണം എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. ഇനി അടുത്ത ഐറ്റത്തിലേക്ക് എൻ്റെ കൈ പോകുന്നത് പൊട്ടുകളാണ്. രണ്ട് തരത്തിലുള്ള പൊട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊട്ടുകൾ നോക്കി ഒന്നും കൂടെ ലാസ്റ്റ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ എൻ്റെ ഭംഗി നോക്കുകയാണ് കൊള്ളാമോ എന്നുള്ള കാര്യം. പിന്നെ പലതരത്തിലുള്ള പൊട്ടുകൾ വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് വള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അതായത് എനിക്ക് സെറ്റ് വള ആക്ച്വലി എനിക്ക് ചേരുന്നതല്ല. എനിക്ക് മീൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് സെറ്റ് വളകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒന്നും മാച്ച് ആവുന്നതല്ല. പക്ഷെ എനിക്ക് വളകൾ ഇടുന്ന കൈകൾ കാണാൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് ഉള്ള ഐറ്റം എന്ന് പറയുന്നത് ക്യൂടെക്സ് ആണ്. ക്യൂടെക്സ് നല്ല കളർ ക്യൂടെക്സ് ആണ്. മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. അങ്ങനെ എല്ലാതരം കളറുകളും ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞാൽ ഭംഗി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കിട്ടിയിട്ടുള്ള ക്യൂടെക്സിൻ്റെ കളറും നല്ല ഭംഗിയുള്ളൊരു കളർ ക്യൂടെക്സ് ആയിരുന്നു. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളർ ക്യൂടെക്സ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ ക്യൂടെക്സ് എടുത്തു വെച്ചു. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ, ഇതെന്താ അക്ഷയപാത്രമാണോ എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. അതിനകത്ത് ലാസ്റ്റ് പൂക്കൾ വെച്ചിട്ട് അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ കാണിച്ചിട്ടുള്ള ഇതിലാണ് കുറേ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്വീറ്റ്സ് ആ വലിയ പെട്ടി മീൻസ് ബോക്സിലായിരുന്നു. പിന്നെ ഉള്ളത് ബാഗ് ഓഫീസ് യൂസിന് പറ്റിയിട്ടുള്ള ബാഗാണ്. നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ബാഗാണ്. തുറക്കുമ്പോൾ 2 അറകൾ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വേറെയും സീക്രട്ട് സിപ്സ് വെച്ചിട്ടുള്ള അറകളുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും അതിനകത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. വാട്ടർ ബോട്ടിൽ, അംബ്രല്ല, അങ്ങനെ എല്ലാം വെക്കാൻ പറ്റും. എന്നിട്ട് ലാസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ഒരു ക്ലോസിങ്, പിന്നെ ഒരു കീ ചെയിനൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ബാഗ് തന്നെയാണ്. നല്ല കളറാണ്. ഒരു ബോറില്ലാത്തൊരു ഭംഗിയുള്ളൊരു കളറാണ്. അത് ഹാൻഡിൽ ചെയ്യാനും പിടിക്കാനും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബാഗ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഓഫീസ് യൂസിനുള്ള ബാഗ്.
ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡ്രസ്സുകളാണ്. ഫസ്റ്റ് ഒരു ചുരിദാർ ഒരു ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് കാണുന്ന നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് ബ്ലൂ എന്ന് വേണേൽ പറയാം. ബ്ലൂ അല്ല, ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. നല്ല ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറാണ്. അതിൻ്റെ നെക്കും വർക്കും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചുരിദാർ. ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇങ്ങനെ മീൻസ് നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. അപ്പം എന്താ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം എനിക്കുണ്ട്. മുഖത്ത് അത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട് അത് കാണുമ്പോൾ, അത് അൺബോക്സ് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ അതിൻ്റെ സെയിം ആണ്, അതിൻ്റെ എല്ലാ പീസുകളും 3 പീസും സെയിം കളറിൽ വരുന്നതാണ്. 3 പീസ് സെറ്റും സെയിം കളർ, നല്ല ഭംഗിയുള്ള കളർ, നമുക്ക് കാണാം നല്ല മാച്ചിങ് ആയിട്ടുള്ള കളറാണ്. ഏത് സ്കിൻ ടൈപ്പിനും മാച്ച് ആവുന്ന ടൈപ്പാണ് എല്ലാ ഐറ്റംസും സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് അടുത്ത സെറ്റ് ചുരിദാർ, കോഡ് സെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത ചുരിദാർ എന്ന് പറയുന്നത് എല്ലാവർക്കും വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്ന ഡ്രസ്സാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുന്ന സമയത്തൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, വീട്ടിൽ നിന്ന് ഇടുന്ന ടൈപ്പ് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകുമ്പോൾ, ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഇടാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സ്, ഭയങ്കര ഭംഗിയുള്ള ചുരിദാറാണ്. അതും എനിക്ക് മാച്ച് ആവുന്ന, ഐ മീൻ എല്ലാ സ്കിന്നുകാർക്കും കോമൺ ആയിട്ട് നമ്മളെല്ലാവരും വാങ്ങിക്കുന്ന കളറാണ്. നമുക്ക് ഓഫീസ് യൂസിന് വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്ന ഒരു ചുരിദാർ ടൈപ്പ്. അതിൻ്റെ ഷോളിൽ ഇങ്ങനെ സീബ്ര ലൈൻസ് പോലെ ലൈൻസ് വരുന്നുണ്ട്. പിന്നെ പാൻറ്റ് ഭംഗിയുള്ള പാൻറ്റാണ്. പാൻറ്റും ഷോളിലൊക്കെ ഒരു സെയിം ടൈപ്പ് കോട്ടൺ ആണ് വരുന്നത്, കോട്ടൺ മെറ്റീരിയലാണ്, കോട്ടൺ ചുരിദാർ. ഇനി അടുത്തതും സെയിം തന്നെ, വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്ന ചുരിദാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചുരിദാർ മെറ്റീരിയൽ, മീൻസ് ചുരിദാറാണ്, റെഡിമെയ്ഡ് ചുരിദാറാണ്. വീട്ടിലിടാൻ മാത്രമല്ല, നമുക്ക് ഓഫീസിൽ നിന്ന് ഷോളുണ്ട്, പാൻറ് ഉണ്ട്, ടോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് ഓഫീസ് യൂസിന് വേണമെങ്കിലും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചുരിദാർ തന്നെയാണ് ഞാൻ പറയാം. നല്ല ഭംഗിയുള്ള ചുരിദാറാണ്, എല്ലാവർക്കും മാച്ചിങ് ആയിട്ടുള്ള കളറാണ്. അപ്പം ഇത്രയും ഇപ്പം 3 ചുരിദാറായി. ഒരു സാരി ഉണ്ടായിരുന്നു, മാച്ചിങ് ആണ്, എല്ലാവർക്കും മാച്ചാണ്. എനിക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് മാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു നിഗമനം അങ്ങനെ പറയാം നമുക്ക്. അങ്ങനെ ഡ്രസ്സിൻ്റെ സെഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ആ സന്തോഷം ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. നമുക്ക് സ്പെഷ്യലി ഇമ്പോർട്ടഡ് സ്വീറ്റ്സ് എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ കുറച്ച് സ്പെഷ്യലൈസ് ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് ഒരു സെപ്പറേറ്റ് ബോക്സിൽ തന്നിട്ടുണ്ടായിരുന്നു നമ്മളോട് കഴിക്കാൻ വേണ്ടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ ചോക്ലേറ്റ് ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത്, ആ കുട്ടി ബോക്സിനകത്ത് അല്ലെങ്കിൽ ആ പെട്ടീനകത്ത് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. കാണുമ്പോൾ ഡയറി മിൽക്ക്, ബബ്ലി ഉണ്ടായിരുന്നു അല്ലേ. അതൊക്കെ ഭയങ്കര ഹാപ്പിനെസ്സാണ്. നമുക്കിങ്ങനെ ഇത്രയും സാധനങ്ങൾ കിട്ടുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടും. അതായത് എങ്ങനെയാ അത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ പെട്ടീൻ്റെ ഭംഗിയൊക്കെ നോക്കുന്നുണ്ട്. മീൻസ് അതും ഒരു മെറ്റാലിക് ബോക്സ് ആയിരുന്നു, എന്താ ഓപ്പൺ ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഹാമ്പറാണ്. അപ്പം അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് ഉണ്ട്. കാരണം എന്താ, ഇത്രയും ചോക്ലേറ്റ്സ് കിട്ടുമല്ലേ, അപ്പോൾ ആർക്കായാലും സന്തോഷം ഉണ്ടാവില്ലേ. അപ്പം അതിനകത്ത് ഫെറോ റോഷർ ഉണ്ടായിരുന്നു. ഫെറോ റോഷർ ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. അത് എനിക്ക് അത്രയും ഒരു താല്പര്യമുള്ളൊരു സ്വീറ്റ് അല്ല. പിന്നെ ബബ്ലി ഉണ്ടായിരുന്നു, പിന്നെ ഗാലക്സി ഉണ്ടായിരുന്നു, പിന്നെ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു, കുറേ എന്തൊക്കെയോ മിഠായികൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇതൊക്കെ അതിനൊരു കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവർ വരുന്നൊരു ടൈപ്പ് സ്വീറ്റ്സ് ആയിരുന്നു. പിന്നെ മാസിൻ്റെ ഉണ്ടായിരുന്നു, സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്പെഷ്യലായിട്ടുള്ളതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പെട്ടി തരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സ്പെഷ്യലായിട്ടുള്ള മിഠായിയാണ് കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ സ്പെഷ്യലായിട്ടുള്ള മിഠായിയുടെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗാലക്സി ഭയങ്കര ഹാപ്പിയാണ് ഇത് കാണുമ്പോൾ. നമുക്ക് ജീവിതത്തിൽ വല്ലപ്പോഴും അല്ല ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഇനിയും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഉണ്ടാവട്ടെ. പക്ഷെ അങ്ങനെയല്ല, ഇത്രയും എന്താ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ അല്ലേ. ഇതാ ഇവിടെ കിറ്റ്കാറ്റിൻ്റെ കൗണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്.
6 കിറ്റ്കാറ്റോട് കൂടി നമ്മുടെ അക്ഷയപാത്രം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ പെട്ടിയുടെ ഭംഗിയൊക്കെ ഞാൻ നോക്കി, പെട്ടി ഇനി പൂക്കൂടെ ഒക്കെ ആയിട്ട് എടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ. അപ്പം അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അറ്റ് ദ എൻഡ് ഓഫ് ദി അൺബോക്സിങ് പ്രൊസീജിയർ എനിക്ക് കിട്ടുന്നത്. ഐ എം റിയലി ഹാപ്പി, വെരി ഹാപ്പി. ഓക്കെ, താങ്ക് യു, ബൈ.